ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാം തിരുലിഖിതം. 5 നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് പരിഭ്രാന്തരാകരുത് എന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ദീപ്തി, ചിങ്ങവനത്ത് നിന്ന് വരുന്നു. ചിങ്ങവനം, ഓക്കെ. 4-ാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 9-10 വർഷമായി അതികഠിനമായ മൈഗ്രെയിൻ തലവേദന അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാട്ടു ചികിത്സ അങ്ങനെ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും ചെയ്തു. കൂടുന്നതല്ലാതെ യാതൊരുവിധ കുറവും എൻ്റെ തലവേദനയ്ക്ക് ഉണ്ടായിട്ടില്ല. ചികിത്സകളും മരുന്നുകളെല്ലാം ഒരു വഴിക്ക്, രോഗം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 9 വർഷമായി അങ്ങനെ ഈ രോഗനിമിത്തം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണിത്. എന്നിട്ട് തലവേദനയുടെ കാഠിന്യം കാണുമ്പോൾ കാണുന്നവരെല്ലാവരും പേടിക്കുമായിരുന്നു. കാണുന്ന ടീച്ചേഴ്സ് എല്ലാം പേടിക്കുമായിരുന്നു. തലവേദനയുടെ കാഠിന്യം കാണുമ്പോൾ ടീച്ചേഴ്സ് ഇത് കണ്ടു നിൽക്കാൻ പോലും പറ്റാതെ ഭയചകിതരാകുന്ന ഒരു അവസ്ഥ വരെ ഓരോ സമയത്ത് വരുമായിരുന്നു തലവേദന കൂടി കഴിയുമ്പോൾ. എന്നിട്ട് അതികഠിനമായ വിറയല്, ശ്വാസം മുട്ടല്, തലകറക്കം എല്ലാം ഉണ്ടാവും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 3-4 ദിവസം എഴുന്നേക്കാൻ പോലും പറ്റാതെ പെയിൻ കില്ലർ ഇഞ്ചെക്ട് ചെയ്ത് കിടക്കുമായിരിക്കും. തലവേദന കൂടി കഴിയുമ്പോൾ അത്രയും കഠിന മൈഗ്രെയിൻ തലവേദനയായിരുന്നു. എന്നിട്ട് കുറെ ഡോക്ടർമാരെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു പെയിൻ കില്ലേഴ്സ് അല്ലാതെ വേറെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല, ഇതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ കോളേജിൽ നിന്ന് വയ്യാതായി, ഭയങ്കര സിവിയറായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ദിവസത്തേക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല, ഇവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവന്നു. അന്ന് ഇവിടെ അഭിഷേകാഗ്നി കൺവെൻഷൻ നാഗമ്പടത്ത് നടക്കുന്നുണ്ടായിരുന്നു. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ ഇതേമാതിരി 10,000 തടിച്ചുകൂടി വലിയൊരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടേക്ക് കുട്ടീനെ കൊണ്ടുവന്ന് വീട്ടുകാർ അതിനായിട്ട് മാത്രം അന്ന് രാത്രി എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അന്ന് ഇവിടെ വന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു 2 പേരുടെ അതികഠിനമായ മൈഗ്രെയിൻ തലവേദന യേശു സുഖപ്പെടുത്തുന്നു എന്ന്. ആ സമയത്ത് എനിക്കുണ്ടായ സുഖം ഒരു പ്രത്യേക സുഖമായിരുന്നു. അപ്പം പിന്നെ ശരീരത്തിൽ ആ സമയത്ത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ശരീരത്തിൽ ഒരു ദൈവം ഒരു അനുഭവം തന്നില്ലേ? ശിരസിൽ നിന്ന് ശരീരം മുഴുവനിലേക്ക് ഒരു തണുപ്പ്, നിറുകയിൽ നിന്ന് ഒരു തണുപ്പ് ശരീരം മുഴുവനിലേക്ക് ഒഴുകുന്ന പോലെ പ്രവഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് അതിൽ പിന്നെ ഇപ്പൊ 1.5 വർഷത്തോളം കഴിഞ്ഞു. ഇതുവരെ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും ഒരിക്കൽ പോലും ആ തലവേദന എനിക്ക് വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടിയുടെ ജീവിതത്തിൽ കഠിനമായ ഒരു പ്രതികൂലം 8-9 വർഷമായാലട്ടി ആ മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവം തൻ്റെ സാന്നിധ്യം വഴി ആ കുടുംബത്തെ സന്തോഷിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം കൂടി ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജെസ്സി, ഞാൻ കൈപ്പുഴയിൽ നിന്നും വരുന്നു. കൈപ്പുഴ നല്ല സ്ഥലമാണ്. പറ. 4-5 വർഷമായി എൻ്റെ മോളുടെ കാലും കൈയും, കാല് പൊട്ടി അടിഞ്ഞ് സ്കൂളിൽ പോലും പോകാതെ കട്ടിലിൽ ഇരിപ്പായിരുന്നു. പല മരുന്നുകളും ചെയ്തു. 4-5 വർഷത്തോളമായി ശരീരം പൊട്ടി അളിഞ്ഞ് കയ്യും കാലും ഇങ്ങനെ അളിഞ്ഞ്, പിന്നെ സ്കൂളിൽ പോയ ചീഞ്ഞ മണം, അതുകൊണ്ട് സ്കൂളിൽ പോലും പല ആഴ്ചകളിൽ വിടാതെ അങ്ങനെ വീട്ടിലിരിക്കുന്നു. അങ്ങനത്തെ ചില അവസ്ഥകളിലൂടെ കുട്ടി കടന്നു പോവുകയായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നോ? നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ഹാരിസ് ഭവനിൽ അഭിഷേകാഗ്നി ഭക്ഷണമൊക്കെ എങ്ങനെ കഴിച്ചിരുന്നത്? കൈയൊക്കെ ഇങ്ങനെ മുറിവായിരിക്കും, ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു കുട്ടിക്ക് ഭക്ഷണം. സ്വന്തം കയ്യിൽ ഇങ്ങനെ മുറിവൊക്കെ ആയിരിക്കുമ്പോ വേറൊരാൾ വാരി കൊടുക്കണം ഭക്ഷണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കാം കൈയുടെ കാലിന്റെ സ്ഥിതി. എന്നിട്ട് മോൾക്ക് കൂടുതലും കാലിലായിരുന്നു, കാല് നിലത്ത് കുത്താൻ പോലും മേലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹാരിസ് ഭവനിൽ വന്ന അഭിഷേകാഗ്നിയിൽ ഞാൻ കരഞ്ഞു മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ അല്ലേ? അതെ, കഴിഞ്ഞ വർഷം ഹാരിസ് ഭവനിൽ നടന്ന ആ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഈ അമ്മ വന്നിട്ട് മകൾക്ക് വേണ്ടി മുട്ടിപ്പായി കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച്.
ആ പ്രാർത്ഥനയുടെ ഫലമായി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൊച്ചിൻ്റെ കാലിനും കൈക്കും യാതൊരു കുഴപ്പവുമില്ല. ഒരു കുഴപ്പമില്ല. നല്ല കൈ, നല്ല കാല്. ഈ അതിരമ്പുഴ പള്ളിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം അമ്മച്ചിക്ക് ഒരേ ആഗ്രഹം. ഈ അഭിഷേകാഗ്നിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞു. നേർന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അവിടെ വരുന്ന ഒരു നേർച്ച, ദൈവമേ അടുത്ത വർഷം അതിരമ്പുഴ പള്ളിയിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ ആ സ്റ്റേജിൽ വന്ന് ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന് ഹൃദയം കൊണ്ടൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവരളി. അത് 50-ാം സങ്കീർത്തനം 15-ാം വാക്യപ്രകാരമാണ്. അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. ആ വാക്യം ഇവിടെ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവായ ദൈവത്തിന്റെ കൺമുമ്പിലാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ ഇതേപോലെ ക്ലേശം സഹിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കുടുംബത്തിൽ വന്ന അത്ഭുത സൗഖ്യങ്ങൾ നൽകും. രോഗിയായി വളരെ കഠിന വേദനയിൽ കിടക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ബാക്കിയുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ സന്നിധി എളിമപ്പെട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ, പ്രിയ മകനെ, നീ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി, ദൈവം ഇടപെടുന്നതിന് നീ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം. ആരും കുറ്റം പറഞ്ഞിരിക്കരുത്, ആരും പഴി പറഞ്ഞിരിക്കരുത്, ആരും മർക്കടമുഷി പിടിച്ചിരിക്കരുത്, ആരും അന്ധകാരത്തിൽ ഇരിക്കരുത്. എല്ലാവരും ഈ സമയം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേരുക. വലിയ അഭിഷേകം ഈ സമയത്ത് കുടുംബത്തിലേക്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. സമൂഹങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആ സമൂഹത്തിലെ ആത്മാവിന്റെ ശക്തി നിറയും. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഓ പിതാവേ, ആരാധന, ആരാധന. ഓ രാജാവേ, ആരാധന, ആരാധന. അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് കർത്താവേ. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന. കരങ്ങളടിച്ച് ആരാധന, ആരാധന, ഉണർവോടെ ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ഉയർത്തിയടിച്ച് ആരാധന, ആരാധന, ഗ്ലോറി, ഗ്ലോറി, ആരാധന, ആരാധന. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൈയടിക്കുന്നു. ഇതൊരു ദേവാലയം പോലെ ദൈവം അഭിഷേകം ചെയ്ത് സ്ഥലമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. നന്നായിട്ട് കൈയടിക്കുക, പാടുക, ഒരുമിച്ച് ചേരുക, ദൈവത്തെ ആരാധിക്കുക. ദൈവപിതാവിന് ആരാധന. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. ഓ രാജാവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, ആരാധന, ആരാധന, ആരാധന. ഓ ഈ നിമിഷം കുടുംബത്തിലെ എല്ലാ നന്മകളോർത്ത് ആരാധിക്കുന്നു. എല്ലാ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് ഓ യേശു രാജാവേ, ആരാധന, ആരാധന. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ശിവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ശിവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സത്യസ്വരൂപനെ ആരാധിക്കുന്നു, കർത്താധികർത്തനെ ആരാധിക്കുന്നു. സത്യസ്വരൂപനെ ആരാധിക്കുന്നു, കർത്താധികർത്തനെ ആരാധിക്കുന്നു. ആരാധന, ആരാധന,
ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ആരാധന. ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളും ദൈവശക്തി അത്ഭുതകരമായി നിറയട്ടെ ദൈവമേ. ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. ദുഃഖങ്ങൾ അകലട്ടെ, ബന്ധനങ്ങൾ അകലട്ടെ. ആരാധന ആരാധന കർത്താവേ. കൃപ നിറയ്ക്കണമേ, അഭിഷേകം ചൊരിയണമേ, സന്ദർശിക്കണമേ, ഇടപെടണമേ. ആരാധന 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 കർത്താവേ. ഓരോ രോഗികളെ സമർപ്പിക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഓരോ ബാലികാബാലന്മാരെ സമർപ്പിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, കൃപ നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ, സന്തോഷം നിറയ്ക്കണമേ, സമാധാനം നിറയ്ക്കണമേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവായ ദൈവമേ, ഈ മക്കളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരട്ടെ കർത്താവേ. രോഗത്തിൻ്റെ ആധിപത്യങ്ങൾ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് സംഭവിക്കേണ്ട വരുത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഭ്രാന്തരാകരുത് എന്ന് കർത്താവായ യേശുവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 6-ാം അധ്യായം, അവിടെ ഒരു രംഗം ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രഭാതത്തിൽ ഏലീഷ എന്ന് പറയുന്ന ദൈവദാസൻ്റെ സഹഭൃത്യൻ ഉറക്കം തെളിഞ്ഞ് ഉണർന്നപ്പോൾ അവരുടെ താമസ സ്ഥലത്തിന് ചുറ്റിനും ശത്രു സൈന്യം അണിനിരന്നിരിക്കുന്നത് കണ്ടു. അത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലാണ്. ആ വചനഭാഗം ഒന്ന് വായിക്കാം. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പരിഭ്രാന്തിക്ക് അടിമപ്പെട്ടു. അദ്ദേഹം പരിഭ്രാന്തനായി മാറി. ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു അടിസ്ഥാന നിർദ്ദേശമാണ്, നിങ്ങൾ പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 37:8, നിങ്ങൾ പരിഭ്രമിക്കരുത്, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. ഇത് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അടിസ്ഥാന നിർദ്ദേശമാണ്. എന്നാൽ ഇന്ന് അനേകർ പെട്ടെന്ന് പരിഭ്രാന്തിക്ക് അടിമപ്പെടുകയാണ്. ജോലി നഷ്ടപ്പെട്ടു, ഉടനെ പരിഭ്രാന്തിയായി. കുടുംബത്തിലേക്ക് രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി അനേക രോഗങ്ങൾ വീണ്ടും വീണ്ടും എത്ര നോക്കിയിട്ട് മാറാത്തത് കയറി വന്നു, ഉടനെ പരിഭ്രാന്തിക്ക് അടിമപ്പെട്ടു. വിവാഹം അടിക്കടി തടസ്സപ്പെടുന്നു, പരിഭ്രാന്തിക്ക് അടിമപ്പെടുകയാണ്. എത്ര നോക്കിയിട്ടും പഠിച്ചിട്ട് ജയിക്കുന്നില്ല, 6-7 തവണ എഴുതി തോറ്റുപോയി, പരിഭ്രാന്തിക്ക് അടിമപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അടിക്കടി പ്രതികൂലം വരുമ്പോൾ, അടിക്കടി തകർച്ച വരുമ്പോൾ ഹൃദയം പരിഭ്രാന്തിക്ക് അടിമപ്പെടുകയാണ്. സ്വർഗസ്ഥനായ പിതാവിങ്കലുള്ള വിശ്വാസത്തിൻ്റെ ബലക്ഷയമാണ് പരിഭ്രാന്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുക്കും മൂലയും അറിയുന്നൊരു പിതാവാണ്. ഓരോ സെക്കൻഡ് നമ്മുടെ പിതാവായ ദൈവം അറിയുന്നുണ്ട്. നമുക്ക് വേണ്ടി ഈ പിതാവ് അധ്വാനിച്ച് നമ്മുടെ മുമ്പേ നടക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായം 31 മുതലുള്ള തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ്
നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടാൻ നിങ്ങൾക്ക് മുമ്പിൽ അവിടുന്ന് നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ പഠനം, നമ്മുടെ കുടുംബകാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വലിയ പ്രശ്നമായി കരുതുന്ന ഓരോ കാര്യങ്ങളും അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അത് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പിതാവായ ദൈവം. ഈ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരുപാകണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും ഒരു നിയന്ത്രണമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 29-30 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരിഴയിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. ഓരോ മുടിനാരിഴയും അതൊന്ന് നിലം പതിക്കണമെങ്കിൽ പിതാവായ ദൈവം അനുവദിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ സകല സംഭവങ്ങളുടെ മേലും ഒരു നിയന്ത്രണവും ഒരു അധികാരവും സ്വർഗസ്ഥനായ പിതാവിനുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 303-ാം ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് സഭ പഠിപ്പിക്കുന്നത്. ഏറ്റവും നിസ്സാര കാര്യങ്ങൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ സംഭവഗതികളുടെ മേലും ദൈവത്തിന് പരിപൂർണ ആധിപത്യവും അധികാരവും ശക്തിയും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 305-ാം ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് വീണ്ടും പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ മക്കളുടെ നിസാര ആവശ്യങ്ങളിൽ പോലും ശ്രദ്ധ പതിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപാലനയ്ക്ക് ശിശു സഹജമായ ദൃഢവിശ്വാസത്തോടെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം സംഭവിക്കുമ്പോൾ, പല കാര്യങ്ങളും വിചാരിക്കും നടക്കാതെ വരുമ്പോൾ നാം പരിഭ്രമിക്കരുത്, ടെൻഷൻ പിടിക്കരുത്. ഇതിനെല്ലാം അറിയുന്ന, ഇതിനെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു പിതാവുണ്ട്. ഇതിൻ്റെ മേലെല്ലാം അധികാരമുള്ള ഒരു പിതാവുണ്ട്. കടബാധ്യതയാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, മക്കൾ തമ്മിലുള്ള വഴക്കാകട്ടെ, കുടുംബത്തിൽ വലിയ കലഹമാകട്ടെ, കരകാണാക്കടൽ പോലെ വലിയ നീർക്കയത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന ചില പ്രശ്നങ്ങളാകട്ടെ, അതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പിതാവ് അവിടെയുണ്ട്. Praise the Lord. Praise the Lord. ഇപ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നുന്ന ചോദ്യം ഇതാണ്, പലരുടെ ഹൃദയങ്ങളിൽ വരുന്ന ഒരു ചിന്ത ഇതാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തകർച്ചകളെല്ലാം എനിക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് സ്വർഗസ്വനായ പിതാവ് കണ്ടിരുന്നില്ലേ എന്ന് ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരാം. അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു പ്രബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. 313-ാം ഖണ്ഡികയിലാണ് നാം അത് കാണുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ രക്തസാക്ഷിത്വത്തിന് കുറച്ച് മുമ്പ് വിശുദ്ധ തോമസ് മൂർ തൻ്റെ പുത്രിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അത് എന്തു തന്നെയാണെങ്കിലും, അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയാണെങ്കിൽ തന്നെയും അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. സ്വർഗസ്വനായ പിതാവിന് മുമ്പിൽ, എൻ്റെ ജീവിതം മുഴുവൻ അറിയുന്ന എൻ്റെ സ്വർഗസ്വനായ പിതാവിന് മുമ്പിൽ ഏറ്റവും ഉത്തമമായത് മാത്രമേ, നമുക്ക് ഗുണകരമായത് മാത്രമേ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കൂ. തോമസ് മൂർ ഏതാനും നിമിഷങ്ങളിൽ കഴുത്ത് വെട്ടി കൊല്ലപ്പെടും. അദ്ദേഹം കഴുമരത്തിലേക്ക് കയറ്റപ്പെടാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പ് തൻ്റെ പുത്രിയോട് പറയുകയാണ്, നമ്മുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മനസ്സറിയാത്ത ഒരു കാര്യവും സംഭവിക്കുകയില്ല. ഇനി സ്വർഗസ്വനായ പിതാവ് അറിഞ്ഞ് അനുവദിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയാണെങ്കിൽ പോലും അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും നല്ല കാര്യം. നമുക്ക് ആ സമയത്ത് ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബ്
ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരം മുഴുവൻ അഴുകിയിരിക്കുമ്പോൾ അതിന്റെ നടുവിലിരുന്ന് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, നല്ല കാര്യങ്ങളിലൂടെ മാത്രമല്ല, തിന്മയായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലൂടെ പോലും ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇതിനെക്കുറിച്ച് CNI വിശുദ്ധ കത്രീന പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. ഏറെ ഇടർച്ചയ്ക്ക് വിധേയരായവരോടും തങ്ങൾക്ക് സംഭവിച്ചയോട് പ്രതിഷേധം പ്രകടിപ്പിച്ചവരോടുമായി CNI വിശുദ്ധ കത്രീന പറഞ്ഞു, എല്ലാം സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്, എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ദൈവത്തിന്റെ സന്നിധിയിലില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വീണ്ടും നോർവിച്ചിലെ ജൂലിയാന പ്രഭയുടെ വാക്കുകൾ ഈ കാര്യത്തിൽ വെളിച്ചം വീശുന്നവയാണ്. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും നമ്മുടെ നന്മയ്ക്കായിരിക്കും അതെല്ലാം ക്രമീകരിക്കണമെന്നും ഉറച്ചു വിശ്വസിക്കണമെന്ന് ദൈവകൃപയാൽ ഞാൻ പഠിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയ്ക്കായിരിക്കുമെന്ന് നിനക്ക് തന്നെ വഴിയെ കാണാൻ പറ്റും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവകൃപ ഇത് നമ്മളെ ശക്തിപ്പെടുത്തും. എന്തു തന്നെയാണെങ്കിലും, അന്ധകാരമാകട്ടെ പ്രകാശമാകട്ടെ, രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ, ഇതെന്റെ കുടുംബത്തിന് നന്മയ്ക്കായി എൻ്റെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയാണ് ഇത് ഉൾക്കൊള്ളാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അടിപതറാതെ നിൽക്കാൻ നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവകൃപയാണ്. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ഹൃദയങ്ങൾ ബലക്ഷയപ്പെടുന്ന ഒരു പ്രധാന മേഖലയാണ് എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഈ തകർച്ച, എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ദൈവം അറിയുന്നില്ല. ദൈവം അറിയുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. 139 സങ്കീർത്തനത്തിൽ 5-ാമത്തെ തിരുലിഖിതം, എൻ്റെ മുമ്പിൽ അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, എൻ്റെ പുറകിൽ അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, എൻ്റെ മുകളിൽ അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷേ ജീവിതത്തിന്റെ കഠിനമായ ഞെരുക്കത്തിൽ, അതികഠിനമായ വേദനയിൽ എൻ്റെ ദൈവനെ അറിയുന്നില്ല, അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് വീണ്ടും ഒരു തീരുമാനം എടുക്കണം. ഞാൻ എൻ്റെ പിതാവിനെ ആരാധിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ അംഗീകരിക്കും, എൻ്റെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കും. ഇതെനിക്ക് അവസാനം ഒളിമങ്ങാത്ത കിരീടം തരുന്ന ദൈവത്തിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെയാണ് എൻ്റെ ദൈവം എനിക്കായി ഒളിമങ്ങാത്ത കിരീടം ഒരുക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തി എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും, എൻ്റെ കർത്താവിനെ എൻ്റെ ജീവകാലം മുഴുവൻ ഞാൻ സേവിക്കും. എനിക്ക് മനസ്സിലാകുന്ന സാഹചര്യത്തിലും എനിക്ക് മനസ്സിലാകാത്ത സാഹചര്യത്തിലും എൻ്റെ പിതാവിനെ ജീവകാലം മുഴുവൻ ഞാൻ ആരാധിക്കും, ഞാൻ സേവിക്കും, സ്തുതിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, പിതാവേ ജീവകാലമെല്ലാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആരാധിക്കുന്ന ചീടും ഞാൻ സർവവുമാ അടിയനിതാ. കർത്താവേ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, പിതാവേ ചീടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ ഇടപെടണമേ കർത്താവേ, ഹൃദയങ്ങളെ അടിയനിതാ. സൗഖ്യമാക്കണമേ കർത്താവേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ നാഥാ. അടിയനിതാ നാഥാ. പ്രാർത്ഥിക്കുന്നു. അടിയനിതാ നാഥാ. എല്ലാവരും സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടിയനിതാ നാഥാ. അടിയനിതാ. 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 നൂറ്റി 121 സങ്കീർത്തനത്തിൽ
4-ാമത്തെ തിരുലിഖിതം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Come, Lord Jesus. ഹല്ലേലൂയ. Hallelujah. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശു ഇതാ നമ്മുടെ അരികിൽ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി, യേശുവേ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഉറക്കെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അന്ധകാരികൾ തകരട്ടെ, പൈശാചികൾ അമരട്ടെ. ഗ്ലോറി, ഗ്ലോറി, ആരാധന. യേശുവേ, 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 യേശുവേ,